ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഗൊറില്ലകൾ മനുഷ്യരെക്കാളും 10 ഇരട്ടി ശക്തരായിരിക്കുന്നത് എന്നതാണ്. അതായത് ഈ ഗൊറില്ലകൾക്ക് ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ്. ഇത് എന്താ വെച്ചാൽ ഹൈ ഇൻറ്റൻസിറ്റി മൂവ്മെൻറ്റ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മുടെ ലിഫ്റ്റിംഗ് എബിലിറ്റീസും അതുപോലെ തന്നെ സ്പ്രിൻറ്റിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ് സഹായിക്കുക. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു പാർശ്വഫലം എന്ന് പറഞ്ഞാൽ ഇതിന് മയോഗ്ലോബിൻ കുറവായിരിക്കും, അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയ പോലുള്ള എനർജി പ്രൊഡക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് അനേറോബിക് റെസ്പിറേഷൻ ആണ് അതിൽ നടക്കുക. ഇത് കാരണം തന്നെ പെട്ടെന്ന് ക്ഷീണിക്കാനുള്ള ചാൻസസ് കൂടുതൽ എന്നതല്ല, അവരിൽ ഈ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് ക്ഷീണം വരും. ഇനി മനുഷ്യന്മാരുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിൽ സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ആണ്. ഇത് കാരണം ഇതിലെന്ന് പറഞ്ഞാൽ എൻഡുറൻസ് കൂടുതലായിരിക്കും സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ്. അതിന്റെ പ്രധാന കാരണം എന്താണെങ്കിൽ നമുക്ക് ഈ മയോഗ്ലോബിൻ അതുപോലെ തന്നെ മൈറ്റോകോൺഡ്രിയയുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അതുമാത്രമല്ല നമ്മുടെ ക്ഷീണം കുറയും, അതുകൊണ്ട് എൻഡുറൻസ് കൂടുതലായിരിക്കും. പക്ഷെ വേറെ കാര്യം എന്താ വെച്ചാൽ ഈ മയോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഒരു മസിൽ ഗ്രോത്തിനെ ലിമിറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഗൊറില്ലകളെ പോലെ ശക്തരാകാൻ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് അവരെക്കാളും കൂടുതൽ എൻഡുറൻസ് ഉണ്ട്.